പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നക്ഷത്രവനം എന്നൊരാശയം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എനിക്കത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ സ്വന്തം നാടായ ഓച്ചിറയിലാണ്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ ജ്യോതിഷത്തിൽ 27 നാളുകളുടെ വൃക്ഷങ്ങൾ, അതായത് അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 നാളുകളുടെ വൃക്ഷങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും നട്ട് വളർത്തി അതിന് ചുറ്റും കല്ലൊക്കെ കെട്ടി വളരെ ഭംഗിയുള്ളൊരാശയമാണ് ഇവിടെ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയോളം ചിലവായിട്ടുണ്ടെന്നാണ് നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു ഐഡിയയും കൂടെ കൊണ്ടുവന്നേക്കുന്ന ഒരു ചെറിയൊരു പാർക്കിൻ്റെ ഒരു ആശയം കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് തിരിച്ച് നമുക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു വിശ്രമ കേന്ദ്രവും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കഴിവതും എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ജാതിഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് മരങ്ങളെ സംരക്ഷിക്കുക, നമ്മൾ വൃക്ഷങ്ങളെ ആദരിക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു ആശയം. അപ്പം നമുക്ക് നക്ഷത്ര വനത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? ബാ. ഇതാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ടുള്ള ഒരു എൻട്രൻസ്, നക്ഷത്രവനത്തിനകത്തോട്ടുള്ള ഒരു എൻട്രൻസ് ഇതാണ്. ഇതാണ് അതിൻ്റെ ചുറ്റും നമ്മുടെ മോനൂസാണ് ഓടി വരുന്നത്. കണ്ടോ, ഇത്രയും അതിൻ്റെ ചുറ്റും വേർതിരിച്ചിട്ടുണ്ട്, മതിൽ പോലിട്ട്. മതിലെല്ലാം നെറ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി അകത്തോട്ട് കയറുമ്പം ഇതിനകത്താണ് 27 വൃക്ഷങ്ങളും നാളുകളും എഴുതിയതും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്താണ്. ഞാൻ ഒരെണ്ണം ഇത് കണ്ടോ, ഇത് ഏത് നാളാണ്? അവിട്ട നാളിൻ്റെ വഹ്നി എന്ന് പറഞ്ഞ വൃക്ഷമാണ്. അത് റെഡിയാക്കിയേക്കുന്നത് കണ്ടോ, ഇങ്ങനെ കെട്ടി തിരിച്ചിട്ട് അവിടെ വിളക്കും കത്തിക്കും കേട്ടോ. എല്ലാ വൃക്ഷങ്ങളിലും സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കുവേ. അപ്പം നിങ്ങൾ ഓരോ നാളുകളും കാഴ്ചകളും കാണുക. ഇതിൻ്റെ അതിമനോഹരമായിട്ടാണ് ഇതിനകം അവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ സന്ധ്യയാകുമ്പം വരണം. ഞങ്ങൾ വന്നത് ഏകദേശം വൈകുന്നേരത്തായിരുന്നു. നമ്മൾ സന്ധ്യയാകുമ്പം വരണം, അന്നേരമാണ് ഇതിൻ്റെ ഭംഗി. ഇവിടെ എല്ലാം LED ലൈറ്റ് എല്ലാം കത്തിച്ച് നല്ല രസമാണ്. അന്നേരം സെക്യൂരിറ്റീസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. പക്ഷേ അതിനകത്തൊന്നും പുല്ലൊക്കെ നിൽക്കുന്നതിനകത്തോട്ടൊന്നും കുട്ടികളെ ഒന്നും കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ വൃക്ഷങ്ങളും ഓരോ നാളുകളും നിങ്ങൾ കാണുക, എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. കഴിവതും പറ്റുന്നവരെല്ലാം വന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചില വൃക്ഷങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഇത് ഇത്രയും വളർന്നു പോകുന്നു. കാരണം അതുപോലെ വലുതായി നിൽക്കുകയാണ് ചില വൃക്ഷങ്ങൾ. ചില 1-2 എനിക്ക് തോന്നുന്നു എല്ലാം ചീത്തയായി പോയിട്ട് പിന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേതാ വിശാഖത്തിൻ്റെ വയ്യങ്കത. ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം. കാരണം നമ്മൾ എന്തായാലും ഇത്രയും വൃക്ഷങ്ങളൊന്നും ഒരു നാളിൻ്റെയും എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. അതാ പറഞ്ഞ കേരളത്തിൽ ആദ്യമായിട്ടെന്നുള്ളത്.
പിന്നെ വേണ്ട ഇതേതാ തിരുവോണത്തിൻ്റെ എരുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പൈപ്പും കാര്യങ്ങളും ലൈറ്റും എല്ലാം ഉണ്ട്. മൂന്നൂസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോയി ഇരിക്കും, സെക്യൂരിറ്റിയെ നോക്കും. അവർ പക്ഷേ ഒന്നും പറയത്തില്ല, അവന് പേടിയ വഴക്ക് പറയുമെന്ന്. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ഇതേതാ അത്തനാളിൻ്റെ അമ്പഴമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടാണ് പോയത്. എന്നിട്ട് ഇതേതാ നോക്കട്ടെ, ഇത് തൃക്കേട്ട നാളിൻ്റെയാണ് വെട്ടിമരം. എന്നിട്ട് ഇത് കണ്ട, ഇതൊക്കെ പോയതാണ്, പിന്നെ കൊണ്ടുവന്ന് നട്ടതാണ് കണ്ട ചിത്തിര. പിന്നെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ, കറണ്ടിൻ്റെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് അശ്വതി നാളിൻ്റെ കാഞ്ഞിരം കേട്ടോ. അപ്പോൾ നമ്മൾ 27 നാളും കാണിച്ച് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ പോകൂ. ഉത്രനാളിൻ്റെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പേരൊക്കെ കേൾക്കുമ്പോഴാണ് ഈ മരങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലും. കണ്ടോ, ഇത് ബാക്കി ഇറങ്ങാനുള്ള വാതിലാണ്. അത് നമ്മൾ കയറി വന്നതൊക്കെ കണ്ടല്ലോ, അപ്പുറത്തുനിന്ന് നമുക്ക് ഇറങ്ങിപ്പോവാം. അപ്പം ഇതേതാ പനയാണ്. ഈ നോക്കട്ടെ ഒരു സെക്കൻഡ്, ഇത് അത് മനസ്സിലായില്ല. വേണ്ടോ. അപ്പം എല്ലാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തെ കാഴ്ചകളൊക്കെ. അപ്പം എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്ന കഴിവതും പറ്റുന്നവരെല്ലാം വന്ന് കാണുക കേട്ടോ. എൻ്റെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ നമ്മുടെ രാത്രിയിലത്തെ നക്ഷത്രവനത്തിൻ്റെ ആ ഒരു എഫക്റ്റൂടെ ആ ഒരു വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നക്ഷത്രവനത്തിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും കഴിവുന്നവരെല്ലാം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വരിക, വന്നിട്ട് ഈ ഒരു നക്ഷത്രവനം കാണുക. സന്ധ്യയ്ക്ക് വരണം കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ നല്ല രസമാണ്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനകത്തോട്ട് ആഡ് ചെയ്തേക്കാവേ. രാത്രിയിലത്തെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാകുന്ന എനേബിൾ ചെയ്തിടാനും മറക്കരുത്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മുനുസേ ബൈ.